ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെന്ററിൽ നടന്ന ഫെയർവെൽ പാർട്ടി 10ാം ക്ലാസ്സിൻ്റെ അതിനിടയിൽ നടന്ന ചെറിയൊരു തർക്കം പിള്ളേർ തമ്മിലുണ്ടായ രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിലുണ്ടായത്. ഇത് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് മാറി ചേരി തിരിഞ്ഞ് അവർ കൂട്ടത്തല്ലുണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പഠിക്കാൻ സമർത്ഥനായിട്ടുള്ള ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി വന്ന് പെടുകയാണ് ചെയ്തത്. അവനാണ് പിന്നീട് മരണം സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഇതൊക്കെ പറയുന്നതിന് മുന്നായിട്ട് രക്ഷിതാക്കളോട് ഒരു 2 വാക്ക്, അതായത് ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ നല്ലത് പറമ്പിൽ എന്തെങ്കിലും 4 തൈ വാഴ നട്ടിട്ട് അതിന് വെള്ളം കോരി കഴിഞ്ഞാൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാവും. അതിലപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കുട്ടികളെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഇതിന് അടിത്തറ പാകിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പകുതിയോളം കാരണക്കാർ ഈ രക്ഷിതാക്കൾ തന്നെയാണ്. ഇനി ഈ ഒരു ഇഷ്യൂയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫെയർവെൽ പാർട്ടി അവിടെ ഈ പറയുന്നതാണ് ഇത്രയും ഈഗോ ക്ലാഷ് കുട്ടികൾ തമ്മിൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതൊരു കപ്പിൾ ഡാൻസ് ആയിരുന്നു. അതിലാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പം ഈ പറയുന്ന MJ വട്ടോളി സ്കൂളിലെ കുട്ടികൾ അവരാണ് കപ്പിൾ ഡാൻസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിനിടയിൽ വെച്ച് പാട്ട് സ്റ്റക്കാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ GVHSSലെ ഇപ്പം പിടിക്കപ്പെട്ട ആ കുട്ടികൾ, ആ സ്കൂളിലെ കുട്ടികൾ അവർ കൂവുകയാണ് ചെയ്തത്. അപ്പം കൂവിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർക്ക് പകയാവുന്നു, ദേഷ്യമാവുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതിനെതിരെ പിന്നീട് വെളിയിൽ ഇറങ്ങിയിട്ടൊക്കെ സംഘർഷം ഉണ്ടാകുന്നു. ട്യൂഷൻ ക്ലാസ്സുകാരത് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്നു. പക്ഷേ അതുകൊണ്ട് തീർന്നില്ല. പിന്നീട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടിക്കണം, പകരം അടിക്കണം. ഇങ്ങനെ ഈ കളിയാക്കപ്പെട്ട, അതായത് മരണപ്പെട്ടു പോയ ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ചേർന്നിട്ട് ഒരു 10-15 പേരടക്കം ചേർന്നിട്ടാണ് പിന്നീട് ചോദിക്കാൻ വേണ്ടി വരുന്നത്. ആ ചോദിക്കാൻ വരുന്ന ഗ്രൂപ്പിലാണ് ഈ പറയുന്ന കുട്ടി ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി പെട്ടുപോകുന്നത്. അതിൻ്റെ കാരണം അവൻ്റെ കൂട്ടുകാരൻ ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനെ ഇതിനെ പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കൂട്ടുകാരൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, അപ്പോൾ അതിൽ പെട്ട് വരികയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിനകത്ത് നഞ്ചക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന, ഞാൻ ആ ആയുധത്തിൻ്റെ ഇത് കൊടുത്തേക്കാം, ഈ സാധനം വെച്ചിട്ടുള്ള അടി, മാരകമായിട്ടുള്ള അടി അതിൻ്റെ തലയോട്ടിയിൽ ഏറ്റ് തലയോട്ടി പൊട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി മരണപ്പെടുന്നത്. ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രക്ഷിതാക്കൾ? നമുക്കറിയാവുന്ന കാര്യമാണ്, കുറച്ച് നാൾ മുൻപ് മിഹിർ എന്ന് പറയുന്ന ഒരു കുട്ടി മരണപ്പെട്ടു. എന്തായി? സംസാരമെല്ലാം തീർന്നു. അതിൽ ഈ പറയുന്ന കുറ്റാരോപിതരായപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? എന്തെങ്കിലും വാർത്തകൾ ഇപ്പം വെളിയിൽ വരുന്നുണ്ടോ? ഈ കുട്ടികളുടെ ചാറ്റ്, ഈ കുട്ടികളുടെ വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് കൃത്യമായിട്ട് ആ കുട്ടികൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അതായത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതൊരു കൂട്ടത്തല്ലാണ്. കൂട്ടത്തല്ലിനകത്ത് ഇത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയും ഈ പറയുന്ന ശിക്ഷിക്കാൻ പറ്റില്ല, നമ്മളൊക്കെ ഊരിപ്പോരും എന്നാൽ കുട്ടികൾ പറയുന്നില്ല കൃത്യമായിട്ട്. കാരണം അവരുടെ മുന്നിലുള്ള, ഇതിന് മുന്നിലുള്ള കേസുകളുടെ അവസാനം ഇങ്ങനെയാണ് അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മിഹിറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് വന്നിരിക്കുന്നത്? ആ കുട്ടി മരണപ്പെട്ടു. ആർക്കാ നഷ്ടം? ആ കുട്ടിക്ക് മാത്രം നഷ്ടം എന്ന് പറയാം, വീട്ടുകാർക്ക് പോലും നഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ്റെ ജീവനാണ് പോയതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മുന്നിൽ അതൊക്കെ ഉണ്ട്. ഇങ്ങനെ മുന്നിലുണ്ടാക്കുന്ന കേസുകളുടെ അവസാനത്തെ ഫലം എന്തെന്ന് ഇവർ കൃത്യമായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മധുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ, ആദിവാസി യുവാവായിട്ടുള്ള മധുവിൻ്റെ കാര്യത്തിൽ അവൻ എന്ത് തെറ്റ്, ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള തെറ്റാണോ ചെയ്തത്? വിശപ്പിന് വേണ്ടി ചെയ്തിട്ട് ഈ പറയുന്ന സദാചാരവാദികൾ എന്താ ചെയ്തത്? കൊന്നിട്ട് അവർക്ക് എന്ത് ശിക്ഷ കിട്ടി? അല്ലെങ്കിൽ ഏറ്റവും മാരകമായിട്ടുള്ള ശിക്ഷ കിട്ടിയോ? അതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഇതൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓരോ ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസന വരുന്ന ഓരോ കുറ്റകൃത്യങ്ങളെയും ഇവർ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെറുതാക്കി കാണാനൊന്നും പറ്റത്തില്ല. ഇനി നഞ്ചക്ക് പോലുള്ള സാധനങ്ങൾ ഇവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആര് കൊണ്ടുവന്നു? ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലപ്പുറത്തേക്ക് 5 കുട്ടികളുടെ പേരിൽ മാത്രമാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൽ സത്യത്തിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ കുട്ടികളും ഇതിനകത്ത് കുറ്റവാളികൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും. കാരണം ഇതിലൊന്നും പെടാത്ത ഒരു കുട്ടിയുടെ ജീവിതമാണ് പോയി ഇവർ പോക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പം വന്നിരിക്കുന്നത് ഈ കുട്ടികൾക്ക്, അതായത് ഈ പറയുന്ന കുറ്റം ചെയ്തിട്ടുള്ള കുട്ടികളെ ഈ പറഞ്ഞ ജുവനൈൽ ഹോമിലേക്ക് വിടാനുള്ള കാര്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് എക്സാം എഴുതാനുള്ള ഇത് എന്തിനു കൊടുക്കണം? ആ മരണപ്പെട്ടു പോയ കുട്ടിയോട് കൊടുക്കുന്ന നീതിയോ ജസ്റ്റിസ് ആണോ ഇതെന്ന് പറയുന്നത്? ആ കുട്ടിക്ക് ഇല്ലാതായിപ്പോയ ആ കുട്ടിയുടെ ജീവിതത്തിൽ എത്രയോ കാലം ഇനി ജീവിക്കേണ്ടതായിരുന്നു, ആ കുടുംബത്തിന് വേണ്ടി മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അവരെഴുതാൻ പറ്റാത്തത് അവൻ്റെ ജീവൻ അവസാനിപ്പിച്ച ഇവന്മാർക്ക്, ഈ കുറ്റവാളികൾക്ക് എന്തിനാണ് നൽകുന്നതെന്ന് പറയുന്നത്? ഈ കൊച്ചു ക്രിമിനൽസിന് 15 വയസ്സോ 16 വയസ്സോ ഉള്ള സമയത്ത് ഇവന്മാർ ഇത്രയും പ്രവർത്തികളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവന്മാർ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഈ നാടിന് പുണ്യപ്രവർത്തി ചെയ്യുമെന്നാണോ? അപ്പം അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ന് വന്ന കുറച്ചധികം വാർത്തകളുണ്ട്. അതായത് കാസർഗോഡ് ജില്ലയിൽ സെൻഡ് ഓഫ് പാർട്ടി, ആ സെൻഡ് ഓഫ് പാർട്ടിക്ക് ഇടയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലഹരി, കഞ്ചാവ്. ഇതാണ് അത് ഒന്നാമത്തെ വാർത്ത. അടുത്തത് 10ാം ക്ലാസ് വിദ്യാർത്ഥി ലഹരി കൊടുത്ത്
കൂടെ പഠിക്കുന്ന കുട്ടിയെ പീഡിപ്പിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എവിടുന്ന് കിട്ടുന്നു ഈ ലഹരികൾ കുട്ടികൾക്ക്? ലഹരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലതരത്തിലുള്ള ലഹരി, പറഞ്ഞ മയക്കുമരുന്ന്, കഞ്ചാവ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിഷ്പ്രയാസം കുട്ടികളിലെ സ്കൂൾ കേന്ദ്രീകരിച്ച് ഇത് എത്തുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് നടപടിയാണ് ഇതിനെതിരെ കൈക്കൊണ്ടു ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് ഇപ്പം ഇന്നതൊരു വാർത്ത കേട്ടിരുന്നു. ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ കാര്യം ഇതിനെക്കുറിച്ച് ഉന്നയിച്ച സമയത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ഭരണത്തിലിരിക്കുന്ന നേതാവ് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് രാഷ്ട്രീയ വിരോധമാക്കി മാറ്റാൻ ശ്രമിക്കരുതെന്ന്. രാഷ്ട്രീയ വിരോധമാക്കി ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, ആരൊക്കെയുണ്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് കൃത്യമായിട്ട് ഇതിനൊരു അടിത്തറ അല്ലെങ്കിൽ അടിവര ഇടുക എന്നൊരു സംഭവമാണ്. ഇതിൻ്റെ അടിത്തറ തകർക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ലഹരിക്കടത്തുമായി ബന്ധപ്പെടുന്ന അതിനകത്ത് കുറേ അധികം ആൾക്കാരുണ്ട്. ഇത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ, മീഡിയേറ്റേഴ്സ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ, അവരെയല്ല യഥാർത്ഥത്തിൽ പിടിക്കേണ്ടതെന്ന് പറയുന്നത്. അവരെ പിടിക്കുക, കേസ് അവസാനിപ്പിക്കുക, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എവിടുന്ന് വരുന്നു? ഇത് ആരുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്? നമ്മുടെ സംസ്ഥാനത്തേക്കായാലും നമ്മുടെ രാജ്യത്തേക്കായാലും ഇത്രയധികം ഒഴുകുന്നത് എവിടെ നിന്നാണ്? ഇതിൻ്റെ മാഫിയ, ഇതിൻ്റെ മുന്നിലുള്ള സംഘം എവിടാണ്? അതിന് തീ കൊടുത്തിയാൽ മാത്രമേ ഇതിവിടെ നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിഷ്പ്രയാസം ഇങ്ങനെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വരാൻ പോകുന്ന തലമുറ മൊത്തത്തിൽ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് രക്ഷിതാക്കളുടെ പങ്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പണ്ട് കാലത്തും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തെ തരത്തിലുള്ള തലതെറിച്ച മക്കളുമാർ അധികം ഉണ്ടായിട്ടില്ല. 1-2 വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത്രയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 13 മക്കളുണ്ടായാലും 15 മക്കളുണ്ടായാലും എല്ലാ മക്കളെയും സമന്മാരായിട്ട് അല്ലെങ്കിൽ സമമായി നോക്കുന്ന രക്ഷിതാക്കൾ അന്നുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി ഷെയർ ചെയ്യുമായിരുന്നു. എല്ലാത്തിലും ആ ഒരു ഷെയറിങ്, കെയറിങ്, ബാക്കി കാര്യങ്ങൾ രക്ഷിതാക്കളിൽ നിന്നുണ്ടായിരുന്നു, കുട്ടികൾ തമ്മിലും ഉണ്ടായിരുന്നു. ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് രക്ഷിതാക്കളാണ് കുട്ടികൾക്കൊപ്പം ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തുന്നത്? എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും നിങ്ങൾ നല്ല രീതിക്കാണ് നിങ്ങളെ മക്കളെ വളർത്തുന്നതെന്ന്? ഏതെങ്കിലും ഒരു കേസിൽ പെടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് ആരെങ്കിലും ഒരു തെറ്റ് പറയുന്ന സമയത്ത് അപ്പം ആ തെറ്റ് പറയുന്ന വ്യക്തിയോട് ചാടിക്കയറാൻ നിങ്ങൾ എത്ര പേരാണ് മുതിരുന്നതെന്ന് പറയുന്നത്? എൻ്റെ മകൻ, എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല, അങ്ങനെയുള്ള ഒരാളാണ്. നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ അങ്ങനെയുള്ള മകളല്ല, മകനല്ല നിങ്ങളുടേതെന്ന്? ഇനിയുള്ള കാലത്ത് പറയാനേ പറ്റില്ല. കാരണം നിങ്ങൾ അവർക്ക് കെയർ കൊടുത്തിട്ടില്ല, നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ തെറ്റിപ്പോകുന്നത്. എത്രയും മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടോ അതിനൊക്കെ കാരണക്കാരിൽ പകുതിയിലധികം രക്ഷിതാക്കൾ തന്നെയാണ്. കാരണം വേണമെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ന്യായീകരിക്കാൻ വേണ്ടി പറയാൻ പറ്റും, ഞങ്ങൾ നല്ല രീതിക്ക് വളർത്തി, പക്ഷെ മക്കൾ കൈവിട്ടു പോയി, സ്കൂളിൽ പോയതിന് ശേഷമാണ് കൈവിട്ടു പോയത്. അങ്ങനല്ല. കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു പരിധിയിലെത്തുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന 1-1.5 വയസ്സൊക്കെ ആവുന്ന സമയം തൊട്ടേ, അതിന് മുന്നേ ചിലപ്പോൾ അറിഞ്ഞു തുടങ്ങും, പക്ഷെ ആ ടൈം തൊട്ട് കുട്ടികൾക്ക് പറയുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കി തുടങ്ങും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചീത്തയും നല്ലതും കൃത്യമായി തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഇന്ന് എത്ര മാതാപിതാക്കളാണ് അത്തരത്തിൽ ചെയ്യുന്നത്? ഒരു ഫോൺ എടുത്ത് കൊടുക്കുക, അതിനകത്ത് കാർട്ടൂൺ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ TV-യിൽ വെച്ച് കൊടുക്കുക, അവരവരുടെ ജോലി നോക്കി പോവുക. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പണ്ടത്തെ പോലെ അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിലും ഇല്ല. ഉള്ളവരെല്ലാം ഈ പറഞ്ഞ അനാഥ മന്ദിരത്തിൽ കൊണ്ട് തള്ളിയേക്കുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് നുണയടിയാണ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ആരും തന്നെ ഇല്ല. നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആരും തന്നെ ശ്രമിക്കുന്നില്ല. അവർക്ക് കുഞ്ഞിലേ തന്നെ സ്നേഹം നല്ല രീതിക്ക് കൊടുക്കുകയാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇനി എത്ര വലുതായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി വരിക തന്നെ ചെയ്യും. ആ സ്നേഹത്തിൽ എന്തൊക്കെയോ കോട്ടങ്ങൾ തട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് അവരുടേതായി മാറുക. എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബഹുമാനം കിട്ടുന്ന രീതിയിലേക്കുള്ള പ്രതികരണവും രീതിയുമായിരിക്കണം നിങ്ങളുടേതെന്ന് പറയുന്നത്. ഇടാപോടാ ബന്ധത്തിലേക്ക് അച്ഛനും അമ്മമാരും മാറണമെന്നല്ല ഞാൻ പറയുന്നതെന്ന് പറയുന്നത്. ആദ്യം മുതലേ ആ ബന്ധം ഭയങ്കര ഊഷ്മളമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങൾ തന്നെയായി മാറും. അതായത് രക്ഷിതാക്കൾ തന്നെയായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ അല്ലെങ്കിൽ ട്യൂഷൻ എവിടെയൊക്കെ ആയാലും പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അവർ ആദ്യം ഓടി വന്ന് പറയാൻ നിങ്ങളോട് തന്നെയായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ കുറയുന്ന സമയത്താണ് നിങ്ങളോട് അവർക്ക് പേടിയാവുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു, ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു, അകന്നു പോകുന്നത്. അതിലപ്പുറത്തേക്ക് സ്നേഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു തരിക തന്നെ ചെയ്യും. അതിൽ ബഹുമാനവും കാണും. അതിലപ്പുറത്തേക്ക് കൊറോണയ്ക്ക് ശേഷം വീട്ടുകാർ ചെയ്തു വെച്ച ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ, ആ സമയത്ത് ശരിയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി കൊച്ചു കുട്ടികൾക്കടക്കം ഫോൺ കൊടുത്തു. പക്ഷെ ഫോൺ കൊടുത്ത സമയത്ത് നിങ്ങൾ കൂടെ ഇരിക്കാൻ പഠിച്ചില്ല. നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ കുട്ടികളെ ഒരു റൂമിലേക്ക് മാറ്റിയിട്ട് ആ ഫോണും നിങ്ങളെ കുട്ടികളെ വിട്ടു. എന്നിട്ട് കുട്ടികൾക്ക് ശല്യം
ശല്യം ഉണ്ടാവണ്ട. കാരണം എന്താ, രക്ഷിതാക്കൾ TV കാണുകയാണ്. ഇപ്പോൾ TV-യുടെ സൗണ്ട് കുട്ടികൾക്ക് ബാധകമായാലോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ബാധകമായാലോ, അപ്പോൾ ആ റൂം അങ്ങ് അടച്ചു കൊടുത്തു. പെണ്ണാവട്ടെ ആണാവട്ടെ, ക്ലാസ്സിൽ കയറിയോ എന്ന് നിങ്ങൾക്കറിയണ്ട, അവരെന്ത് പഠിച്ചെന്നറിയണ്ട, എന്ത് ചെയ്തെന്നറിയണ്ട. കൊറോണ കഴിഞ്ഞു, ഫോൺ നിങ്ങൾ വാങ്ങി വെച്ചില്ല. എല്ലാ ദിവസവും രാത്രിക്ക് ശേഷം നിങ്ങളുടെ എല്ലാ മക്കളുമാരും 11 മണിക്ക് ശേഷവും 12 മണിക്ക് ശേഷവും ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈനിൽ കാണുന്നുണ്ടെന്ന് അറിയുന്ന എത്ര മാതാപിതാക്കളുണ്ട് നിങ്ങളിൽ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ബോധ്യമുണ്ടോ? ഇൻസ്റ്റ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പാവം മാതാപിതാക്കളുണ്ട്. അവരെനിക്ക് ഈ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മക്കൾ പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. പഠിക്കാനുള്ള കുട്ടികൾ ഇനി രാത്രി 12 മണി വരെ ഒന്നും ഫോൺ ഉപയോഗിക്കേണ്ട കാര്യമില്ല. 10 മണി വരെ ഫോൺ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം ഫോൺ ഉപയോഗിച്ചുള്ള പഠിത്തമൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല സ്വാഭാവികമായിട്ടും. അതിലപ്പുറത്തേക്ക് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കുകയാണെങ്കിൽ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, അതിനകത്ത് ഈ പറഞ്ഞ സെർച്ച് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ മക്കൾ ആണായാലും പെണ്ണായാലും എന്താണ് ഈ കിടന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇനി അതിലപ്പുറത്തേക്ക് അത് ഡിലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അത് ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളിൽ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവരൊന്നും അറിയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു അവർ സെർച്ച് ചെയ്തതെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ നിങ്ങളുടെ കുട്ടികളിലേക്ക് നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ടൈമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ടൈം ഇല്ലാതാകുന്നത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റി പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പലതരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ വന്ന് എത്ര രൂപ ചോദിച്ചു കഴിഞ്ഞാലും ഒന്നും അന്വേഷിക്കാതെ കുട്ടികൾക്ക് പൈസ എടുത്തങ്ങ് കൊടുക്കുകയാണ്. ലഹരി വാങ്ങിക്കാനാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? കുട്ടികളിൽ വരുന്ന ചെറിയൊരു മാറ്റങ്ങൾ അവരടുത്ത് നിരന്തരമായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്നാൽ മാത്രമേ കുട്ടികളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റൂ. ഒറ്റത്തവണ ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് അവനൊരു അടിമയായിട്ട് മാറില്ല ലഹരിക്ക്. അപ്പം ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികളിൽ വരുന്ന മാറ്റങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ആ കുട്ടികളോട് സ്നേഹവും കരുതലും അവരോടുള്ള ഇടയെഴുപ്പവും ഉണ്ടാകണം. അതില്ലാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. കുട്ടികൾ ഏത് സമയം കഥ കടച്ചിരുന്ന് ഇരിക്കുന്ന സമയത്ത് അമ്മ അച്ഛനോട് പറയുന്നതാണ്, അവൻ പഠിക്കുവാണ്, അവൾ പഠിക്കുവാണ്, ശല്യം ചെയ്യലേന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും പോയി സെർച്ച് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളില്ലാത്ത ഏതെങ്കിലും ടൈമിലോ അല്ലെങ്കിൽ ഉള്ള ടൈമിലോ കുട്ടികളുടെ ബാഗിൽ എന്താണുള്ളതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇത് മൊത്തത്തിൽ കുട്ടികളെ സംശയിക്കണം എന്ന് പറഞ്ഞു തരുന്നൊരു സംഭവമല്ല. കുട്ടികളെ നോക്കേണ്ട രീതിക്ക് കുട്ടികൾക്ക് കരുതൽ അവർക്ക് തോന്നണം. എന്നെ എൻ്റെ അച്ഛനും അമ്മയും കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നെക്കുറിച്ച് നല്ല എന്ന് പറയുന്നത് കരുതലുണ്ട് എന്നാ കുട്ടികളിൽ ഒരു ബോധം നിങ്ങൾ ജനിപ്പിച്ചാൽ മാത്രമേ ഞാൻ തെറ്റായ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ ചോദ്യം ചെയ്യാൻ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള തോന്നൽ അവർക്കുണ്ടാവുള്ളൂ. അതിലപ്പുറത്തേക്ക് ഇന്ന് കണ്ടുവരുന്നൊരു പ്രവണത, എല്ലാ അമ്മമാരും പ്രസവിക്കുന്നത് നല്ല വേദന എടുത്ത് തന്നെയാണ് പ്രസവിക്കുന്നത്. അതിൽ ഈ പറയുന്ന കണക്ക് കൂടിയ രീതിക്ക് ഭയങ്കര സംഭവം എന്നുള്ള രീതിക്കൊന്നും മക്കൾ വല്ലാത്ത രീതിക്ക് വായിലൂടെയൊന്നും ജനിച്ച് വീഴുന്നില്ല. അതിലപ്പുറത്തേക്ക് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നത്തെ ആ കേസിൽ പോലും പറയപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ കുട്ടികൾ, പിടിക്കപ്പെട്ട കുട്ടികൾ ഇതിന് മുന്നേ തെറ്റ് ചെയ്തിട്ടുണ്ട്, മാതാപിതാക്കൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളതാണെന്ന്. നമുക്ക് സ്കൂളുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ട്യൂഷൻ സെൻ്ററുകളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരു അധ്യാപകരെയും വെളിയിലുള്ള ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തുകൊണ്ട് 10-30 കുട്ടികൾ കൂട്ടം ചേർന്ന സമയത്ത് നിങ്ങൾ എന്ത് നാട്ടുകാരെ അവരെ ഒട്ടിക്കാഞ്ഞത്, അടിക്കാഞ്ഞത് എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം അവരെ ഒന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ രക്ഷിതാക്കളടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരടുത്ത ബാലാവകാശ കമ്മീഷനിലേക്ക് പോകും. നാട്ടുകാർ പ്രതികളാവും, സ്കൂളുകാർ പ്രതികളാവും, ബാക്കി എല്ലാവരും പ്രതികളാവും. ഇതാണ് ഇന്ന് രക്ഷിതാക്കൾ വളം വെച്ച് കൊടുക്കുന്ന മൂട്ടിൽ വളം ചെയ്യലാണ് മക്കളുടെ. എന്നിട്ട് മക്കൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആദ്യം മക്കൾക്ക് കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതികൾ നിർത്തുക. നിങ്ങൾ വിചാരിക്കുന്ന രീതിക്കല്ല കുട്ടികളുടെ വളർച്ച എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവവും സ്വഭാവ രീതികളുമല്ല വെളിയിൽ കാണിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ആണും പെണ്ണും ചേർന്ന് ഒരു ഉളുപ്പുമില്ലാതെ വെളിയിൽ കിടന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ എത്തരത്തിലാണോ സംസാരിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. കേൾക്കുന്നത് കൊണ്ട്, അറപ്പ് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അറിയുന്നത് കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അത് പ്രാവർത്തികമായി വരുന്ന സമയത്ത് വായിൽ അല്ലെങ്കിൽ മൂക്കിൽ വിരലും വെച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇതിനെതിരെ കൃത്യമായിട്ട് ശക്തമായി പോരാടുക. ഒന്നാമത്തെ കാര്യം ലഹരി, അത് വലിയൊരു കാര്യമാണ്, കുട്ടികളെ വലിയ രീതിക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, കുട്ടികളോട് കൂടുതൽ ഫ്രണ്ട്സ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ കൂടുതൽ പരിഗണിക്കുക.
ഇല്ലെങ്കിൽ കൈവിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി രക്ഷിതാക്കൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് കുട്ടികളെ അധ്യാപകർ അടിക്കുമായിരുന്നു. ഇന്ന് ഭ്രാന്ത് പിടിച്ച അധ്യാപകരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പണ്ട് അധ്യാപകർ അടിക്കുന്ന സമയത്ത് കൃത്യമായി ഒന്നുമില്ലെങ്കിലും രക്ഷിതാക്കൾ അത് മാരകമായിട്ടുള്ള വേർഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയി അന്വേഷിക്കാം, ആ അധ്യാപകരോടൊന്ന് അന്വേഷിക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഇന്ന് അതുപോലെ ചെയ്യാതെ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന ഈ പറയുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾ ഭയങ്കര ഇതായിട്ട് മാറുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം 2ാം ക്ലാസ്സുകാരൻ ഉമ്മയ്ക്കെതിരെ പരാതിയായിട്ട് പോയതിൻ്റെ കാരണം. ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ വായിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഞങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്, ഞങ്ങളെ എതിർക്കുന്നവരെ, ഞങ്ങളെ ഇറക്കി വിടുന്നവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. ഇതാണ് കുട്ടികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പേടിയില്ല, ഭയമില്ല, അടി കിട്ടുന്നില്ല. അടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ തല്ലി ചതയ്ക്കണം എന്നല്ല പറയുന്നത്. രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാനുള്ള, ശാസിക്കാനുള്ള അവകാശമുണ്ട്. അതിനെ അവർ ഇല്ലാതാക്കുകയാണ്. ഈ പറയുന്ന അവരെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെക്കാൾ മുന്നിൽ പറയാൻ പറ്റുന്ന ഒരു ആൾക്കാരാണ് ഗുരുക്കന്മാർ, അധ്യാപകർ എന്ന് പറയുന്നത്. അധ്യാപകർക്ക് ഇപ്പോൾ പേടിയാണ് കുട്ടികളെ ശകാരിക്കാൻ, ഒരു വഴക്ക് പറയാൻ പേടിയാണ്, ഒന്ന് അടിക്കാൻ പേടിയാണ്. കാരണം എന്താ ചെയ്യുന്നത്? കൂടോടെ ഇളവി വരും ഈ രക്ഷിതാക്കൾ അടുത്ത ദിവസം കേസുമായിട്ട്. അപ്പം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. അതുകൊണ്ട് ഇനി കമ്പ് എന്ന് പറയുന്നൊരു കാര്യം ഈ പറയുന്ന അധ്യാപകർക്ക് വിട്ടുകൊടുക്കുക, ശാസിക്കാനുള്ള അധികാരം വിട്ടുകൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ മക്കളെ വളർത്തുക. 2 പേര് മക്കളെ നല്ല രീതിക്ക് വളർത്തിയെന്ന് പറഞ്ഞിട്ട് ഈ നാട് നന്നാവാൻ പോകുന്നില്ല. ബാക്കി ഈ പറയുന്ന എല്ലാ എണ്ണവും ഇതുപോലെ അഴിച്ചു വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 കുട്ടികളുടെ അന്ത്യം അതിൻ്റെയൊക്കെ കൈകൊണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഇവിടെ നടക്കുന്നുണ്ട്. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ, ഇതിന് ഇനിയെങ്കിലും ബോധവൽക്കരണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മിഹിർ മരിച്ചിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും മാറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇതിലപ്പുറം ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? കാരണം ആ കുട്ടികൾ അടികൂടുന്ന കണ്ടു കഴിഞ്ഞാൽ തെരുവ് പട്ടികൾക്ക് അടികൂടുന്നതിനേക്കാൾ അപ്പുറത്തെ ഭീകരതയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരൊക്കെ ഇതിനേക്കാൾ എത്ര ഭേദമെന്ന് തോന്നിപ്പോകും. കാരണം കൈ കിട്ടുന്നെടുത്തിട്ട് അടിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു എന്നൊക്കെ രീതിക്ക് പറയുന്നുണ്ട്, 4 കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കൂസലും ഇല്ലാതെ, ഒരു മനുഷ്യപ്പറ്റും ഇല്ലാതെ. കാരണം ഈ ഫോണിനകത്താണ് 24 മണിക്കൂർ. അതുകൊണ്ട് തന്നെ സഹാനുഭൂതി എന്ത്, കരുണ എന്ത്, ദയ എന്ത്, അല്ലെന്നാൽ മറ്റുള്ളവരോടുള്ള കാണിക്കുന്ന സ്നേഹം എന്ത്, ഇതൊന്നും ഈ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അപ്പം തമ്മിൽ സംസാരിക്കുന്നില്ല, വീട്ടുകാർ തമ്മിൽ അടുത്തിരിക്കുന്നില്ല. ഒരാൾ ഫോണും കൊണ്ടുപോയി ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കഴിച്ചിട്ട് അവരവരുടെ റൂമിലേക്ക് പോകുന്നു, കുട്ടികളോടൊപ്പം വെളിയിലേക്ക് പോകുന്നു. ഇതാണ് ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത്. അപ്പം കുടുംബം മാറേണ്ടതുണ്ട്, സമൂഹം മാറേണ്ടതുണ്ട്, എല്ലാവരും മാറേണ്ടതുണ്ട്. ലഹരി ഇവിടുന്ന് തൂത്ത് മാറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലോകം അവസാനിക്കുന്നേ. അതിന് വലിയ കാലമൊന്നുമില്ല. കാരണം ലോകം അവസാനിപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുതിയ തലമുറ മൊത്തം ഇത്തരത്തിൽ കുത്തഴിഞ്ഞു പോകും. ലോകത്തിലുള്ള എല്ലാവരും വെട്ടും കുത്തി മരിക്കുക തന്നെ ചെയ്യും.